നമസ്കാരം. കേരളത്തെ പോലെ തന്നെ അടുത്തുടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എന്നാൽ ബംഗാളിൽ കാര്യങ്ങൾ സംഭവബഹുലമാണ്. പശ്ചിമ ബംഗാൾ വീണ്ടും ഒരു രാഷ്ട്രീയ അഗ്നിപരീക്ഷയിലേക്ക് നീങ്ങുകയാണ്. ജനാധിപത്യം സംരക്ഷിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിച്ച് സ്വന്തം അഴിമതികളുടെ തെളിവുകൾ ഒളിപ്പിക്കാൻ മമതാ ബാനർജി നടത്തുന്ന നീക്കങ്ങൾ ഇന്ന് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ED തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി രേഖകൾ തട്ടിയെടുത്തെന്ന് ആരോപിച്ച് റെയ്ഡിന് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാർട്ടി വിവരങ്ങൾ അടങ്ങിയ പ്രധാന ഫയലുകൾ അനധികൃതമായി ED കൈയേറിയെന്നാണ് ആരോപണം. മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന സംഘത്തിലെ പ്രധാന അംഗമായ പ്രതീക് ജെയിനിന്റെ വസതിയിലും തെരഞ്ഞെടുപ്പ് തന്ത്ര സ്ഥാപനമായ ഐപാക്കിന്റെ ഓഫീസിലുമാണ് ED റെയ്ഡ് നടത്തിയത്. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഏജൻസി ഐപാക്കിന്റെ ഓഫീസിലും പ്രതീക് ജെയിനിന്റെ വീട്ടിലും നടന്ന റെയ്ഡിലാണ് മമത ഇടിച്ചു കയറിയതെന്ന് ചുരുക്കം. വെറുതെ ഇടിച്ചു കയറുക മാത്രമല്ല ദീദി ചെയ്തത്. അവിടെ നിന്ന് ഏതാനും ചില ഫയലുകളും മെമ്മറി കാർഡുമായിട്ടാണ് മമത മടങ്ങിയത്. 2026 തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക, രഹസ്യ പാർട്ടി രേഖകൾ എന്നിവയൊക്കെ കൈക്കലാക്കുന്നതിനാണ് റെയ്ഡുകൾക്ക് ഉത്തരവിട്ടതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വാദം. തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വിവരങ്ങൾ ശേഖരിക്കാൻ അമിത്ഷായാണ് EDയെ അയച്ചതെന്നായിരുന്നു മമത പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമാണ് ഐപാക്. രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആണ് ഇതിന്റെ സ്ഥാപകൻ. ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രശാന്ത് കിഷോർ മാറിയതോടുകൂടി സഹസ്ഥാപക അംഗം കൂടിയായ പ്രതീക് ജെയിനാണ് ചുമതലയേറ്റത്. ഈ പ്രതീക് ജെയിനിന്റെ വസതിയിലും ഓഫീസിലും ഒക്കെയാണ് ED ഇപ്പോൾ റെയ്ഡ് നടത്തിയത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ മെനയുക, വോട്ടർമാരുടെ താല്പര്യങ്ങൾ പഠിക്കുക, ഡിജിറ്റൽ പ്രചാരണങ്ങൾ നടത്തുക, പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രധാന ജോലി. ഇനി എന്തിനാണ് ED ഇപ്പോൾ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയതെന്ന് ചോദിച്ചാൽ, പശ്ചിമ ബംഗാളിലെ കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട് നടന്ന കോടികളുടെ അഴിമതി പണം ഐപാക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ED സംശയിക്കുന്നു. തൃണമൂൽ നേതാക്കളിൽ നിന്ന് നിയമവിരുദ്ധമായി ലഭിച്ച പണം ഐപാക്ക് വഴി വെളുപ്പിച്ചു എന്നും പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനായി വിദേശത്ത് നിന്ന് ഐപാക്കിന് ലഭിച്ച നിക്ഷേപണങ്ങളിൽ ക്രമക്കേടുണ്ടോ എന്നുകൂടി ഏജൻസികൾ പരിശോധിക്കുകയാണ്. വിദേശ നാണയ വിനിമയ ചട്ടം അഥവാ ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് മാനേജ്മെന്റ് ആക്ട് ഒക്കെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് പരിശോധന. തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന ഐപാക്കിലെ ED റെയ്ഡ് വെറുമൊരു നീക്കം മാത്രമല്ല, മമതയുടെ ഭരണത്തിൽ കീഴിൽ നടക്കുന്ന അധാർമിക ഇടപാടുകളുടെയും രഹസ്യങ്ങളുടെയും എല്ലാം ഒരു തുറന്നുകാട്ടൽ കൂടിയാണ്. തന്റെ പാളയത്തിലെ പാളിച്ചകൾ പുറത്തു വരുമെന്ന ഭീതിയിൽ അന്വേഷണ സംഘത്തെ തടസ്സപ്പെടുത്തുന്ന മമതയുടെ നീക്കം ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് മമതാ ബാനർജി നടത്തുന്ന ഈ പ്രതിരോധം ബംഗാളിനെ അരാജകത്വത്തിലേക്ക് തള്ളിയിടുകയാണ്. ജനാധിപത്യം സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിച്ച് സ്വന്തം അഴിമതിയുടെ തെളിവുകൾ ഒളിപ്പിക്കാൻ മമതാ ബാനർജി നടത്തുന്ന നീക്കങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. SIRനെതിരെ മമതയും തൃണമൂൽ കോൺഗ്രസും എല്ലാം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. SIR നിർത്തിവെക്കണമെന്നും അത് നിയമവിരുദ്ധമാണെന്നൊക്കെയായിരുന്നു മമതയുടെ പ്രധാന ആരോപണം. ബംഗാളിൽ മമതയും തൃണമൂൽ കോൺഗ്രസും വർഷങ്ങളായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ്. എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് നേടി അധികാരത്തിലെത്തുക മാത്രമാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം. അതിർത്തി കടന്നെത്തുന്ന ബംഗ്ലാദേശികളെ വർഷങ്ങളായി മമതാ ബാനർജി ഇരു കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. വെറും വോട്ടുകൾ മാത്രം ലക്ഷ്യമിട്ടാണ് മമതയുടെ ഇത്തരത്തിലുള്ളൊരു നീക്കം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ED നടത്തിയ റെയ്ഡ് മമതയെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. മാസങ്ങൾക്കുള്ളിൽ പശ്ചിമ ബംഗാളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും പ്രധാന പ്രതിപക്ഷമായ BJPയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 58 ലക്ഷത്തിലധികം വോട്ടർമാരെ ഒഴിവാക്കിയത് ഇതിനകം തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇരട്ട വോട്ടുകളും മരണപ്പെട്ടവരുടെ വോട്ടുകളും സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒഴിവാക്കിയത് മമതാ ബാനർജിയെ ചില്ലറയൊന്നും അല്ല വിഷമിപ്പിക്കുന്നത്. നിയമത്തെ ബഹുമാനിക്കേണ്ട ഒരു ഭരണാധികാരി തന്നെ അന്വേഷണ ഏജൻസികളെ നേരിട്ട് തടയാൻ തുനിയുന്നത് ബംഗാളിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. കള്ളപ്പണവും കൽക്കരി അഴിമതിയും ഐപാക്കിന്റെ മറവിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗൗരവകരമായ ആരോപണം മമതയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കുന്നതാണ്. അധികാരം നിലനിർത്താൻ ഏത് പരിധിവരെയും പോകാൻ മടിക്കാത്ത ഒരു ഭരണകൂടത്തിന്റെ പതനത്തിനാണോ 2026 സാക്ഷ്യം വഹിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും കാര്യങ്ങൾ ബംഗാളിൽ സംഭവ ബഹുലമാണ്.
സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ആയി കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഭരണം പിടിച്ച് അധികാരത്തിലെത്തണം എന്നത് മാത്രമാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചും അഴിമതിക്കാർക്ക് കൂട്ടുനിന്നുമെല്ലാം അധികാരത്തിൽ വരാൻ മാത്രമാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തിരി കടുക്കും. ബീഹാറിലുണ്ടായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബംഗാളിലും BJP കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.